മൈക്രോഗ്രീൻ ആയോ ചേച്ചി? ആ, എന്ത് നിനക്ക് വേണ? ഒരു കെട്ട് തരീൻ. എന്ത് വില? 20 രൂപ. വാങ്ങണ? 20 രൂപയാ? അത് കുറച്ച് കൂടുതലല്ല ചേച്ചി? എന്ത് കൂടുതൽ? ഒരാഴ്ച എൻ്റെ പിന്നാലെ നടക്കണ്ട, എന്നാലേ ഇത്രയാവുള്ളൂ. എനിക്ക് ലാഭമൊന്നുമില്ലടി. എന്നാൽ ഒരു കെട്ട് തരി. ആ ശരി, എടുത്തിട്ട് വരാം. വലിയ ഇലകളൊക്കെ ആയത് നോക്കി എടുക്കും ചേച്ചി. ആ, എല്ലാം ഒരേ സമയത്ത് വിത്തിട്ട് മുളപ്പിച്ചതാണ്ടി. എല്ലാം ഒരേപോലെ തന്നെ. കുറച്ച് വെയിൽ കൊള്ളാൻ വെച്ചതാണേ. അപ്പോൾ അത് ഇലകൾക്കൊക്കെ നല്ലതല്ലേ. ഇത് നല്ല പവറുള്ള സാധനമാണ്ടി. നമ്മുടെ സാധാരണ ചീരയില്ലേ, അതിൻ്റെ 10 മടങ്ങ് പവറുണ്ട് ഇതിന്. കുറച്ചേ ഉള്ളെങ്കിലും നല്ല വിറ്റാമിനാണ് ഇതിന്. 20 രൂപ കൊടുത്താലെന്ത്? നിനക്കൊന്നും നഷ്ടമില്ലടി. നീ ഇപ്പം ഇത് വാങ്ങിയില്ല വെച്ചോ, ഈ തോരൻ ഇവിടെ അടിയാണ്. നല്ല രുചിയാണ്ടി ഇതിന്. എന്നാ അയ്യേ, ഇതെന്ത് 100 രൂപ? ഇവിടെ ചില്ലറയൊന്നും ഇല്ലടി. ആ 20 രൂപ ഉണ്ടല്ലോ, പിന്നെന്ത്. ശരി, വീട്ടുപണിയൊന്നും കഴിഞ്ഞിട്ടില്ലടി. അപ്പോൾ നിങ്ങളുടെ മരുമകളെവിടെ? മരുമകളെ അവളുടെ വീട്ടിൽ പോയിരിക്കണോ? ഓ, മരുമകൾ വീട്ടിൽ പോയാ? ഞാനോർത്ത് ഇവിടെ ഉണ്ട്. ശരി ചേച്ചി, പോട്ടെ. ആ, പോയിട്ട് വാ. മരുമകൾ കുട്ടികളുടെ സ്വഭാവവും വെച്ചിട്ട് പുറത്ത് മിണ്ടാൻ പറ്റുമോ? അയ്യേ, 10 വയസ്സുള്ള കുട്ടികളെ പോലെയല്ല തുള്ളിച്ചാടുന്നത് അവള്. അയ്യേ, മന്ദബുദ്ധി സാധനം. പുറത്തുനിന്ന് നോക്കണവർക്ക് കണ്ടാ സുന്ദരി, നല്ല പണക്കാരി. ഒരു കുഴപ്പമില്ല പെരുമാറ്റത്തിൽ. തനി നിറം നമുക്കെല്ലാം അറിയുള്ളൂ. ഇത് കുറേ ഉണ്ടല്ലോ, ഇനി അടുത്തത് പാകണം. ആരപ്പാ ഈ നേരത്തെ വിളിക്കണേ? ഹലോ, ആ നീയാ? പറയും. എന്ത് ചക്ക വേണമെന്നാ? വേണ്ടടി, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കടയിൽ കൊണ്ട് കൊടുത്താൽ കാശ് കിട്ടുമല്ലോ, പിന്നെന്ത്. ആ, ചക്കയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയല്ലേ. ഞാൻ വിൽക്കും. ഒരു ചെറിയ ചക്ക കൂടി ഞാൻ വെറുതെ കളയില്ല. 5 പൈസയെങ്കിൽ 5 പൈസ, അത്ര ആയല്ലോ. ഓ, എന്ത് സമ്പാദ്യം. ഇതിൽ കൂടി വരും, അതിൽ കൂടി പോവും, അത്ര തന്നെ. പിന്നെ ആരെടുത്തും കൈ നീട്ടണ്ട, അത്ര തന്നെ. ആ ആ, ആര് പറഞ്ഞ്? ആ ആ, മരുമകളാന്ന് പറഞ്ഞിട്ട് എന്താണ്ടി കാര്യം? ഇപ്പം കേട്ടിട്ട് വന്നിട്ട് ഇത്ര ദിവസമായില്ലേ, ഒരു പണിയെടുക്കാൻ അറിയില്ല. അയ്യേ, ഒന്നും അറിയില്ലടി. കുട്ടികളെ പോലെ കളിച്ചിട്ട് നടക്കണം. എന്നാൽ വീട്ടുകാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അയ്യേ, ഒന്നുമേ പഠിപ്പിക്കാതെയാണ് വിട്ടിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് അമ്മ അച്ഛ പറഞ്ഞിട്ട് ഓടും അവളുടെ വീട്ടിലേക്കേ. മരുമകൾ വരുമ്പോഴെങ്കിലും എനിക്കൊരു സഹായമാകുമെന്ന് വിചാരിച്ചു, അതുമില്ല. നമ്മൾ അവൾക്ക് പണി ചെയ്ത് കൊടുക്കണം. ഞാൻ എത്ര കാലം വെച്ച് കൊടുക്കണം? അമ്മയാണെങ്കിൽ പോട്ടെ, മകളല്ലേ പറഞ്ഞ് ചെയ്തു കൊടുക്കും. അതുപോലെയാണ് അമ്മായിയമ്മ. അവൻ്റെ കാര്യം നോക്കണം, ചോറ് വെച്ച് കൊടുക്കണമെന്ന് വല്ല വിചാരം വേണ്ടേ? എൻ്റെ കാര്യം വിട്, എൻ്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കണം. അവനെ നോക്കണ്ടേ? വേണ്ട, അവനെ നോക്കിയാൽ മതി. ഇപ്പം മരുമകളെ നോക്കേണ്ട അവസ്ഥയായി നമുക്ക്. അയ്യേ, ഒന്നും വേണ്ടാന്ന് തോന്നുകയാണ് എനിക്ക്. പിന്നെ ഞാനെന്ത് ചെയ്യണം? ജീവിതകാലം മൊത്തം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മുട്ടുവേദനയാണ്. അല്ലടി, അവരുടെ ഗവൺമെൻറ് ജോലിക്കാരനെ കിട്ടിയില്ല നിങ്ങളുടെ മകൾക്ക്? കിട്ടി പറഞ്ഞിട്ട് ജീവിതകാലം മൊത്തം അവൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റുമോ? അയ്യേ, ഇവിടെ നടക്കില്ല. നീ എന്താണ്ടി പറയണേ? അയ്യേ, എനിക്ക് അല്ലെങ്കിലേ വയ്യ. വീട്ടിൽ പോയിട്ട് പണിയൊക്കെ പഠിച്ചിട്ട് വാ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. മകളവിടെ നന്നായിരിക്കണേ? ഓ, എൻ്റെ മകളവിടെ നന്നായിരിക്കണു. ഓ, അവളെല്ലാ പണിയും എടുക്കുമല്ലോ, അവളെ പോലെയാണ്. അവരുടെ ഭാഗ്യം അത്ര തന്നെ. ഓ, പിന്നെ എൻ്റെ മകളെ എന്തിനു പറഞ്ഞു വേണം? അവൾ നല്ല കാര്യപ്രാപ്തി ഉള്ളവളാണ്ട്, ഇവളെ പോലെയാണ്. എനിക്ക് വയ്യപ്പാ, പണിയെടുത്ത് മതിയായി. മകൾക്ക് ഗവൺമെൻറ് ജോലിക്കാരനെ കിട്ടുമല്ലോ പറഞ്ഞിട്ടാണ് മാറ്റക്കല്യാണം നടത്തിയത്. അതിപ്പോൾ ഇങ്ങനെയായി. ഇതറിയണ്ടേ? കെട്ടി വരുമ്പോഴല്ലേ അറിയണേ. ഈ പെണ്ണിന് ആര് കെട്ടണേ? അതാണ് അവിടുത്തെ ചെക്കനും പെണ്ണും ഇവിടുത്തെ ചെക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുത്തത്. ഇനി അവിടെ പോയിട്ട് കുറച്ച് നാൾ നിന്നിട്ട് പണിയൊക്കെ പഠിച്ചിട്ട് വരട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാണ്? ചോറൊന്നും ആയിട്ടില്ല, അവനിപ്പോൾ വരുവേ. ശരി ഇട്ടാ, വയ്ക്കട്ടെ. ആ, രാമുവേ, നീ എന്താ നോക്കണേ? ഓ,
ഓ ഞണ്ടാ, അത് കറി വെക്കാൻ കുറച്ച് മീൻ വാങ്ങിയേ അതിൻ്റെ വായിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. കടൽ ഞണ്ടാണ്, വേണാ? അമ്മേ, ആ എൻ്റെ മോള് വന്നോ? എന്നോട് എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്തൊരു സ്നേഹം അമ്മേ. എന്തു പറ്റിയെന്ന് അറിയില്ല. എത്ര ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിടാത്ത ആളാ. വീട്ടിൽ പോയിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു.